പറയുമ്പോൾ സി പി എമ്മിനെ കുറിച്ചും പറയണം. സി പി എം നന്നാകാൻ ശ്രമിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നന്നാകുമെന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾ സി പി എമ്മിനെ നന്നാക്കണമെന്നാണ് നേതാക്കളുടെ അഭ്യർത്ഥന. ഒരു വാട്സപ്പ് നമ്പരും അതുപോലെ തന്നെ ഇമെയിൽ ഐഡിയുമൊക്കെ ഇതിനകം തന്നെ പത്രങ്ങളിലൂടെ പാർട്ടി പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. തലങ്ങും വിലങ്ങും ഇരുന്ന പൊതുജനങ്ങൾ പാർട്ടിയെ നന്നാക്കാനുള്ള സൂത്രപ്പണികൾ, ക്യാപ്സൂളുകളൊക്കെ പാർട്ടി കേന്ദ്രത്തിലേക്ക് ഇമെയിൽ വഴിയായും വാട്സപ്പ് സന്ദേശം വഴിയും അയച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാർട്ടി അടിമുടി മാറും എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എനിക്ക് പറയാനുള്ളത് പാർട്ടി മാറുന്നതിനെ കുറിച്ചല്ല, പാർട്ടിയുടെ നേതൃത്വം മാറുന്നതിനെ കുറിച്ചല്ല. പാർട്ടിക്കുള്ളിലെ സിസ്റ്റമാണ് മാറേണ്ടത്. കേഡർ സ്വഭാവം മാറണമെന്നല്ല. പാർട്ടി മാറേണ്ടത് എങ്ങനെയാണ്? നമുക്കറിയാം, കോക്രോച്ച് ജനതാ പാർട്ടി എങ്ങനെയാണ് ഇന്ത്യയിൽ ഇത്രയധികം പ്രശസ്തമായത്. അമേരിക്കയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അഭിഷേക് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ ഒരു പോസ്റ്റ് ഇടുകയാണ്. CJP കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുകയാണ്. അതിനെ തുടർന്നാണ് ജന്തർ മന്ദിറിൽ കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധമൊക്കെ നടന്നത്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? അതായത് കാലഘട്ടത്തിന് അനുസരണമായി പാർട്ടികൾ മാറണം, രാഷ്ട്രീയ പാർട്ടികൾ മാറേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് ചുരുക്കം. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ചില ചർച്ചകൾ കണ്ടു, ചില മാധ്യമപ്രവർത്തകരൊക്കെ എഴുതി കണ്ടു. നമ്മുടെ പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് യുവാക്കൾക്ക് അതൃപ്തിയാണോ? പുതിയ തലമുറ എന്തുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് വരുന്നില്ല? ഈ പറയുന്ന നീറ്റും CBSE വിഷയത്തിലും SFIയും NSU ഉൾപ്പെടെയുള്ള സംഘടനകൾ സമരം നടത്തി. SFIയുടെ 730ഓളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതൊക്കെ എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഒപ്പിയെടുക്കുന്നില്ല, വാർത്തയാകുന്നില്ല എന്നൊക്കെയായിരുന്നു ഈ ചർച്ചകളുടെ പൊതു സ്വഭാവം. എന്നിട്ട് പറഞ്ഞു വയ്ക്കുന്നത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന്, പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് യുവാക്കൾ, ജെൻസി എന്നൊന്നും വിളിച്ച് അവരെ അധിക്ഷേപിക്കണമെന്നൊന്നുമില്ല, യുവാക്കൾ ഒരു 10-30 വയസ്സിന് താഴെയുള്ള ആളുകളൊക്കെ കൊഴിഞ്ഞു പോകുന്നു, മാറിപ്പോകുന്നു എന്നാണ് ഈ ഒരു ചർച്ചയുടെ ആകെ തുക. മാറിപ്പോവുകയാണോ? അല്ല. മാറിപ്പോവുകയാണോ? അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാതിരിക്കുകയാണോ? അല്ല. CPM എന്ന് പറയുന്ന പ്രസ്ഥാനം എല്ലാ വിഷയങ്ങളിലും, ചെറുതും വലുതുമായ രാജ്യം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളിലും കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. പോളിറ്റ് ബ്യൂറോയുടെ വാർത്താക്കുറിപ്പ് വരും, പോളിറ്റ് ബ്യൂറോ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ വാർത്താക്കുറിപ്പ് വരും, പിന്നീട് സംസ്ഥാന നേതൃത്വത്തിൽ ഒരു സമരം നടക്കും. തിരുവനന്തപുരത്താണെങ്കിൽ ജനറൽ പോസ്റ്റ് ഓഫീസിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ AG's ഓഫീസിലേക്കോ ഒരു മാർച്ച്, മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിൽ BSNLന്റെ ഓഫീസിലേക്കൊക്കെ ഒരു മാർച്ചൊക്കെ നടത്തി തീരും കഥ. ഇത് പരമ്പരാഗതമായി നടക്കുന്ന സംഭവമാണ്. ഹർത്താലും ബന്ദും ഇങ്ങനെയുള്ള സമരവും കല്ലേറും മുട്ടയേറും ഒക്കെ നടക്കുന്നതാണ്. പരമ്പരാഗത സമര രീതികളാണ്. അല്ലെങ്കിൽ ഇങ്ങനെയാണ് പരമ്പരാഗതമായി രാഷ്ട്രീയ പാർട്ടികൾ ഓരോ വിഷയങ്ങളെ സമീപിച്ചിരുന്നത്. ഇത് തന്നെ മതിയോ എന്നതാണ് വലിയ ചോദ്യം. അതാണ് ഞാൻ പറഞ്ഞത്, സിസ്റ്റമാണ് മാറേണ്ടതെന്ന്. സിസ്റ്റം മാറേണ്ടത് എങ്ങനെയാണ്? നമുക്കറിയാം ചാനലുകൾ മാറിയത് എങ്ങനെയാണ്. ചാനലുകൾ പഴയ രീതിയിൽ ലൈവ് അല്ലാതെ 24/7 ലൈവ് അല്ലാതെ വാർത്തകൾ കാണിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ടെലിവിഷനിൽ. കേരളത്തിലെ ടെലിവിഷൻ ചരിത്രം പരിശോധിച്ചാൽ അതിനുശേഷം 2004 ഇന്ത്യ വിഷൻ അതേ വാർത്തകൾ പുതുമയോടുകൂടി 24/7 തരത്തിൽ ലൈവായി കാണിച്ചപ്പോൾ വാർത്താ ചാനലുകളുടെ സ്വഭാവം മാറി. പിന്നീട് അതായി ഒരു രീതി. ഏഷ്യാനെറ്റ് അതിന് പിന്നാലെ വന്നു, മനോരമ, അങ്ങനെ തുടങ്ങി ചാനലുകളൊക്കെ വന്നു. ഏറ്റവും ഒടുവിൽ ശ്രീകണ്ഠൻ നായർ 24 തുടങ്ങിയപ്പോൾ ഒരുതരം തുള്ളിച്ചാട്ടവും ഒരു ഉപരിപ്ലവമായ ഒഴുക്ക്, അതായത് പുഴയ്ക്ക് മുകളിലെ ഒഴുക്ക് പോലെ വാർത്തകളെ സമീപിക്കുകയും ഈ നരേന്ദ്രമോദി കോവിഡ് സമയത്ത് പറഞ്ഞതുപോലെ പാത്രം കൊട്ടലും ഒക്കെ ആയിത്തീർന്നു വാർത്താവതരണം. ശ്രീകണ്ഠൻ നായരുടെ തുള്ളിച്ചാട്ടവും പുൽച്ചാടി ചാട്ടമാണല്ലോ അദ്ദേഹത്തിന്റെ ഹൈലൈറ്റ്. ആ പുൽച്ചാടി ചാട്ടമൊക്കെ കാണുമ്പോൾ സ്ക്രീനിൽ നോക്കിയിരിക്കാൻ ഒരു രസം തോന്നും. അതായി വാർത്തയുടെ രീതി. റിപ്പോർട്ടർ TVയും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ വാർത്തകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ രാഷ്ട്രീയ പാർട്ടികളുടെ വിഷയമാണ് പറയുന്നത്. ഈ രാഷ്ട്രീയ പാർട്ടികളുടെ വിഷയത്തിൽ ഇങ്ങനെ നമുക്ക് മാറാൻ കഴിയുമോ? പരിവർത്തനം നടത്താൻ കഴിയുമോ? ഇല്ല. നേതാക്കളെ മാറ്റി പരീക്ഷിക്കാൻ പറ്റുമോ? പുതിയ തലമുറയിലെ നേതാക്കൾ, M സ്വരാജ് വന്നാൽ MV ഗോവിന്ദനേക്കാൾ കഷ്ടമാണ്. ചത്തുമലച്ച ഭാഷയിൽ മാധ്യമങ്ങളെ കാണുകയും ആളുകളോട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് M സ്വരാജ്. M സ്വരാജ് പാർട്ടി നേതൃത്വത്തിലേക്ക് വന്നാലും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി. പറയാൻ പറ്റുകയില്ല. അപ്പോൾ കൂട്ടായ ആലോചന വേണം. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയും. തലച്ചോറിനകത്തേക്ക് കൊടുങ്കാറ്റ് കടത്തിവിട്ട് പുതിയ ആശയങ്ങൾ, പാർട്ടി വിരുദ്ധ ആശയങ്ങളല്ല, പുതിയ സമര ആശയങ്ങൾ. ഇപ്പോൾ
ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണം. അതൊരു പുതിയ ആശയമായിരുന്നു. അതിന് ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ഇപ്പോഴും അത് തുടർന്നു കൊണ്ടുവരുന്നു. പക്ഷെ അതിന്റെ ഗുണം വോട്ടിൽ വരുന്നില്ലല്ലോ. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള സർവകലാശാലകളെയും കോളേജുകളെയും ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കോളേജിലൊക്കെ മഹാഭൂരിപക്ഷം വിജയിക്കുന്നത് SFIക്കാരാണ്. എന്നിട്ട് എന്തുകൊണ്ട് SFIക്കാരുടെ വോട്ട് ഇടതുമുന്നണിക്ക് ലഭിച്ചില്ല എന്നത് വലിയ ചോദ്യമല്ലേ. അപ്പോ കാലഹരണപ്പെട്ട നമ്മുടെ ഉപകരണങ്ങൾ മാറ്റുക, നമ്മുടെ രാഷ്ട്രീയ ഉപകരണങ്ങൾ, സമരം, ഹർത്താൽ, ബന്ദ്, ഇതൊക്കെ മാറ്റിവെച്ചിട്ട് കുറച്ചുകൂടി പോസിറ്റീവായി ആളുകളെ സമീപിക്കാൻ, കുറച്ചുകൂടി പോസിറ്റീവായി യങ്സ്റ്റേഴ്സിനെ സമീപിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയണം. അതിന് ഒരുപാട് മാതൃകകൾ നമ്മുടെ ലോകമെങ്ങും സംഭവിച്ചു കഴിഞ്ഞു. ലോകമെങ്ങും സംഭവിച്ച മാതൃകകൾ എന്തുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കുന്നില്ല എന്നത് വളരെ വലിയ ചർച്ചയ്ക്ക് കാരണമാണ്. അതുകൊണ്ട് ജനങ്ങൾ അയച്ചു, ജനങ്ങളുടെ അഭിപ്രായം കൂടി ഞങ്ങൾ കേട്ടു. ഇപ്പോൾ ജനങ്ങൾ ബ്രാഞ്ച് തലം മുതൽ നിലവിലുള്ള നേതൃത്വം മാറണം, MV ഗോവിന്ദൻ മാറണം, പിണറായി പ്രതിപക്ഷ നേതാവാകരുത് എന്നായിരുന്നല്ലോ ബ്രാഞ്ച് തലം, ലോക്കൽ തലം, ഏരിയ കമ്മിറ്റി തലം, ജില്ലാ തലം തുടങ്ങിയ എല്ലാ തലങ്ങളിൽ നിന്നും വന്ന അഭിപ്രായ പ്രകടനം. എന്നിട്ട് MV ഗോവിന്ദൻ മാസ്റ്റർ വായിച്ച വാർത്താക്കുറിപ്പിൽ അല്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യത്തെക്കുറിച്ച് മിണ്ടിയോ? പിണറായിക്കെതിരെ വിമർശനമുണ്ടായിരുന്ന ഒരു വാക്കുപോലും പത്രസമ്മേളനത്തിലും പറഞ്ഞില്ല, ആ റിപ്പോർട്ടിലുമില്ല. അപ്പോ ജനങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തമസ്കരിക്കപ്പെട്ടു എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇനി വരേണ്ടത് ഈ പൊതുജനങ്ങളെ ഞങ്ങൾ വാതായനം തുറന്നിട്ടിരിക്കുന്നു, വാട്സപ്പിലൂടെ നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാം, ഇമെയിലിലൂടെ നിങ്ങൾക്ക് വലിയതായി കുറിപ്പുകൾ അയക്കാം എന്നൊക്കെ നമ്മൾ വാതായനം തുറന്നിടുകയാണെങ്കിലും ഇവിടങ്ങളിലൂടെ കയറി വരുന്ന ശുദ്ധവായു കണ്ടില്ല എന്ന് നടിക്കരുത്. ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ CPM മാറും. CPM കേരളത്തിന്റെ നട്ടല്ല ഇവിടെ നിലനിൽക്കുകയും CPMന് സമൂലമായ മാറ്റമുണ്ടാവുകയും യുവജനങ്ങൾ ഒന്നടങ്കം, നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട് കൊച്ചുകുട്ടികളൊക്കെ ഈ റെഡ് വോൾ ഇന്ത്യയുടെ ഡ്രസ്സിൽ നിന്ന് സല്യൂട്ട് ചെയ്യുന്നതും ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതും ഒക്കെ നമ്മൾ പലകുറി റീൽസുകളായൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോ അങ്ങനെയുള്ള കുട്ടികൾ വളർന്ന് വലുതായി, ചെറുപ്പക്കാർ, SFIയുടെ കൊടി പിടിക്കുന്ന ചെറുപ്പക്കാർ വളർന്ന് വലുതായി ഈ പാർട്ടിക്ക് ആശ്രയമാകണമെങ്കിൽ, പാർട്ടിയുടെ കരുത്താകണമെങ്കിൽ സമൂലമായ പരിഷ്കരണം തുടങ്ങണം. അതിന് നേതൃമാറ്റമോ നേതാക്കളുടെ ഭാഷാ ശൈലിയോ മാറ്റിയത് കൊണ്ട് കാര്യമില്ല, അത് മാറണമെന്നും നിർബന്ധമില്ല. പക്ഷേ സിസ്റ്റത്തിനകത്ത് ശുദ്ധവായു കടന്നു ചെല്ലണം. അതാണ് വേണ്ടത്.